എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. വേണ്ട, വല്ല 500,000 ആയിരുന്നെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചേനെ. ഇത് രൂപ 50,000. 50,000 പോട്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. സത്യമായിട്ട് രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ. Then how it happened? താൻ എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി നഷ്ടപ്പെട്ടു പോയ രൂപയ്ക്ക് യു ഹാവ് ടു ആൻസർ. ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ മതി. സാർ, രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ. പ്ലീസ് പ്ലീസ്. ഞാനൊരു ഫൂളല്ലാന്ന് തനിക്കറിയാമല്ലോ. 50,000 രൂപ പോയിട്ടും തനിക്കെതിരെ ഒരു ലീഗൽ ആക്ഷനും എടുക്കാത്തത് ആ നഷ്ടത്തിന് കാരണം താനായതുകൊണ്ട് മാത്രമാണ്. പിന്നെ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചത് ഒരു ഫോർമാലിറ്റി. ഇരിക്കെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. തനിക്കും എനിക്കും ഇപ്പൊ ടെൻഷനാ. എനിക്ക് രൂപ പോയല്ലോ എന്ന ടെൻഷൻ, തനിക്കത് കളഞ്ഞല്ലോ എന്ന ടെൻഷൻ. നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലും വല്ല ഊട്ടിയിലോ മറ്റോ പോ. സോറി സാർ, ഞാൻ വരില്ല. അറുത്തു മുറിച്ചുള്ളൊരു മറുപടി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എനിക്ക് കാര്യത്തിൽ ആലോചിക്കാനില്ല. ഞാൻ എങ്ങും വരില്ല. വെയിറ്റ്. ഒരു റീതിങ്കിങ് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. തുടരു തന്നെ. തൊട്ടുകൂടായ്മയുടെ കാലമൊക്കെ എന്നേ പോയടി പെണ്ണേ. ആരാടി ഭൂലോക രംഭയോ? രൂപ 50,000 നഷ്ടപ്പെട്ടത്. നീ ഒപ്പിട്ട് വന്ന് സ്റ്റാമ്പ് പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, അത് മറക്കണ്ട. ആ പേര് പറഞ്ഞ് താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കില്ല. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. നീ എങ്ങോട്ടാ? ഞാൻ അവിടെ മരുന്ന് പോയിട്ടാ. എന്ത് കാര്യത്തിന്? നമുക്ക് നാളെ തന്നെ പോലീസിൽ ഒരു കടലാസ് കൊടുക്കാം. കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ നാട്ടില്. പോലീസിലും കോടതിയിലൊക്കെ പോയാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഡോക്ടറോ? എങ്ങനെ? സ്മോളോ ലാർജോ? സ്മോളിനും ലാർജിനും വേണ്ടി ഒന്നൊന്നുമല്ല. സുനിതയുടെ രാജിയാ. ഊട്ടിയിലും കൊടൈക്കനാലിലും തന്റെ കൂടെ സുഖവാസത്തിന് ചുറ്റിക്കറങ്ങാനേ വേറെ ആളെ നോക്കണം. എന്റെ പെങ്ങളെ കിട്ടത്തില്ല. ജോലി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ സ്റ്റാഫുകൾക്ക് എപ്പോഴും ഉണ്ട്. രാജി സ്വീകരിച്ചിരിക്കുന്നു. ഭീഷണിപ്പെടുത്തി താൻ അവളോട് എഴുതി വാങ്ങിയ സ്റ്റേറ്റ്മെന്റില്ലേ, അതിനെടുക്ക്. സോറി മിസ്റ്റർ മാധവൻകുട്ടി, ഐ ഹാവ് എ ലോസ് ഓഫ് rupees 50,000. Can you give it? 50,000 പണം ഒരു ചില്ലി കാശ് കിട്ടില്ല. എനിക്കങ്ങനെ എഴുതള്ളാൻ പറ്റില്ലല്ലോ. So I am going to take legal steps. മോനെ, നീ തന്നെ പൈസ എടുത്ത് മാറ്റിയിട്ട് എന്റെ പെങ്ങളെ വീട്ടാമെന്ന് കരുതിയില്ല. എടുക്കണ സ്റ്റേറ്റ്മെന്റ് തന്നില്ല. നീ എന്താ പട്ടി? എന്താ?
ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നിട്ടും നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയായി. അപ്പൊ തന്നെ വീടിനകത്തൊക്കെ കയറി നോക്കിയിരുന്നെങ്കിൽ വെടിവെച്ചവനെ പിടിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്രമാദിത്യൻ കഥകളും യക്ഷിക്കഥകളും വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എക്സറേഷനാണ് ഇയാളുടെ കഥയ്ക്കും. ആ സൂപ്പർ ഹിയർ. ഡേറ്റ് കൺഫേംഡ് ആണ്, 6th. അതെ, 6ാം തീയതി തിങ്കളാഴ്ച. ടൈം യൂഷ്വൽ ടൈം, 5:30 മോർണിംഗ്. ഓക്കെ. സാർ, മനഃപൂർവ്വം പറയാതിരുന്നതാണ്. മമ്മാലിയുടെ ദയാഹർജി തള്ളി 6ാം തീയതി കാലത്ത് തൂക്കിലേറ്റു. പാപ്പൻ ചേട്ടാ, സുഖല്ലേ മാധവൻകുട്ടി നിനക്ക്? ആ പരമസുഖം. തോന്നുമ്പോ ഉറങ്ങാം, തോന്നുമ്പോ ഉണരാം. ഒന്നിനെ കുറിച്ചും വെറിയിടാവേണ്ട. വിധിയാണെന്ന് കരുതി ആശ്വസിക്കാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ. അമ്മയ്ക്കിപ്പോ കിടപ്പ് തന്നെ. കണ്ണീര് തോർന്ന സമയം ചുരുക്ക. ഞാൻ ഇങ്ങോട്ട് പോരുന്നു അറിഞ്ഞപ്പോ തൊട്ട് ഒരേ വാശി, ഇങ്ങോട്ട് പോരണമെന്ന്. വേണ്ട, അമ്മയെ കൊണ്ടുവരണ്ട. ഈ നിലയിൽ അമ്മ എന്നെ കണ്ട എനിക്ക് പിടിച്ചെടുക്കാനാവില്ല. സുനിതയ്ക്കും സുതയ്ക്കും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അവരോട് പറയണം, ഏട്ടൻ നമ്മുടെ സുഖമാണെന്ന്, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. ശാപം കിട്ടിയൊരു ജന്മം എന്റേത്. കാത്തിരുന്ന് ജീവിതം തുലക്കരുന്ന് ശോഭയോട് പറയണം. അവളെങ്കിലും രക്ഷപ്പെടുത്തേ. നിന്നെ കാണാൻ വരണമെന്നും പറഞ്ഞിരിക്കുക ആ കുട്ടി. വേണ്ട, അവളിങ്ങോട്ട് വരരുത്. ഈ നിലയിൽ ഞങ്ങളുടെ തമ്മിക്കൾ. മാധവൻകുട്ടി, മാധവൻകുട്ടി ഇപ്പൊ എന്തിനാ അതൊക്കെ ഓർക്കണേ? സുനിതയുടെ കല്യാണം നടക്കില്ല വാപ്പച്ച. അവന്റെ വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ചതല്ലേ, എന്നിട്ട് അവനെന്താ വാക്കു മാറുന്നത്? വാക്കല്ലേ മാറ്റാൻ പറ്റുമോ വാപ്പച്ച? കയ്യും കാലും ഒരു മാറ്റാൻ പറ്റുമോ? ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടേണ്ട ഗതികേട് അവിടെ ഇല്ല എന്നാ പറയണത്. അമ്മാവ രവീന്ദ്രൻ നേരിൽ കണ്ടോ? കണ്ടു. അവന്റെ തന്ത അവനോട് ഇന്ന് നീ മുള്ളരുത് മോനെ എന്ന് പറഞ്ഞാൽ മുള്ളില്ല. അവന്റെ തന്ത പറഞ്ഞിട്ടാണോ അവൻ സുനിതയെ പ്രേമിച്ചത്? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം പാപ്പച്ച? ശരിയാ, ഞാൻ അവനോട് ചോദിക്കാം. എന്റെ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് സുനിതയെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. അച്ഛൻ? എടാ, എനിക്കും ഉണ്ടടാ അച്ഛനും അമ്മയൊക്കെ. ഒരു പാവം പെണ്ണിന്റെ പുറകെ നടന്ന് പ്രേമിച്ച് കെട്ടാൻ പൂട്ടാന്നൊക്കെ വാക്ക് കൊടുത്ത് അവസാനം കാര് മാറുന്നത് തന്തയില്ലായ്മയാണ്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? താനാരാ, അവളുടെ ഗാഡിയനോ? എടാ അവിഞ്ഞ നായരെ, പണ്ട് നിനക്ക് പ്രേമപ്പനി തുടങ്ങിയ കാലത്ത് ഈ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് നീ എന്റെ പുറകെ തേരാപ്പാര നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? അതല്ല ശരിയാ എന്ന് വിചാരിച്ച് ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടണമെന്നാണോ താൻ പറയുന്നത്? എടാ പട്ടി കഴിവരുടെ മോനെ, ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മാധവൻകുട്ടി ജയിലിൽ പോയെങ്കിൽ നീ അവളെ ഉപേക്ഷിക്കുമായിരുന്നില്ലേ? എടാ അരപ്പേ, ആ പെണ്ണ് ഇതിന്റെ പേരിൽ എന്തെങ്കിലും കടുകൈ ചെയ്താൽ നിന്നെ വെട്ടി കീറി ജയിലിൽ പോവാൻ ഞാൻ മടിക്കില്ല.